വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധന വില വർധന. പെട്രോളിന് ₹2.61 ഡീസലിന് ₹2.71 വർദ്ധിപ്പിച്ചു. രണ്ടാഴ്ചക്കിടെ 4ാം തവണയാണ് ഇന്ധനവിലയിൽ വർധനവുണ്ടാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില 5% ഇടിഞ്ഞിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് ഇന്ധനവില അനുദിനം എന്നോണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. രണ്ടാഴ്ചയ്ക്കിടെ തന്നെ ഇത് 4ാം തവണയാണ് ഇന്ന് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഈ രണ്ടാഴ്ച കൊണ്ട് പെട്രോളിനും ഡീസലിനും കൂടിയിരിക്കുന്നത് ₹8.05. അതായത് ഒരു സ്വകാര്യ ബസ് ശരാശരി ഒരു ദിവസം 100 ലിറ്റർ ഡീസൽ അടിക്കുമെന്നാണ് കണക്കാക്കുന്നത്. അങ്ങനെ വന്നാൽ ₹800 പ്രതിദിനം ഒരു സ്വകാര്യ ബസ്സിന് ഇന്ധന ഇനത്തിൽ തന്നെ അധിക ചെലവ് വരുന്നത്. ഇന്ധന കമ്പനികൾക്കെല്ലാം കൂടി പ്രതിദിനം ഏതാണ്ട് 750 കോടി രൂപയുടെ നഷ്ടമുണ്ടാകുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഈ നഷ്ടം നികത്തുന്നതിൻ്റെ ഭാഗമായാണ് ആ തുക പൊതുജനങ്ങളിൽ നിന്ന് ഈടാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പൊതുജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിലക്കയറ്റം പല മേഖലകളിലും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ചും ഈ ഇന്ധന വില വർധനയുടെ ഭാരം ഏറ്റവും അധികം പേറേണ്ടി വരുന്നതും നമ്മൾ മലയാളികൾ തന്നെയാവും. ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ ഓഫീസിനടുത്തുള്ള ജനറൽ ആശുപത്രി ജംഗ്ഷനിലുള്ള പെട്രോൾ പമ്പിലാണ് വന്നത്. ഇവിടുത്തെ വില ഞാനൊന്ന് കാണിച്ചു തരാം. ₹115.50 1 ലിറ്റർ പെട്രോളിൻ്റെ വില എന്ന് പറയുന്നത്. ഡീസലിൻ്റെ വില ₹104.41. ഇപ്പോൾ നമ്മുടെ ഈ നിൽക്കുന്ന ചേട്ടൻ 110 രൂപയ്ക്കല്ലേ ഏട്ടാ അടിച്ചേ? 110 രൂപയ്ക്ക് എണ്ണ അടിച്ചപ്പോൾ 1 ലിറ്റർ തികച്ച് കിട്ടിയിട്ടില്ല. കിട്ടുന്ന എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് 2 വെച്ച് പോകണമല്ല. ഞങ്ങളിപ്പോൾ 200 രൂപയ്ക്കാണ് ഞാൻ അടിക്കുന്നത് പെട്രോൾ എല്ലാ ദിവസവും. അതുകൊണ്ട് ഇന്ന് വില കൂടിയാണ്ട് 110 രൂപയ്ക്ക് അടിച്ചു. എങ്ങനെയാണ് നോക്കാൻ പറ്റും? 1 ലിറ്റർ പോലും കിട്ടിയിട്ടില്ല. ഓരോ ദിവസവും ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇത്തരത്തിൽ ഇന്ധനവില വർദ്ധിക്കുന്നത് ആളുകളെ വലിയ രീതിയിലാണ് ബുദ്ധിമുട്ടിലാക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് അരയണത്തുപാലത്തുള്ള ഇന്ത്യൻ ഓയിലിൻ്റെ പെട്രോൾ പമ്പിലാണ്. ഇന്ന് രാവിലെ ഇവിടേക്ക് എത്തുമ്പോൾ മാത്രമാണ് പകുതി ആളുകളും ഇത്തരത്തിൽ വില വർദ്ധിച്ചു എന്നുള്ളത് അറിയുന്നത്. ഇങ്ങനെ വില കൂടിയ എങ്ങനെ മുന്നോട്ട് പോകും? കൂടിയ പ്രശ്നം തന്നെ എല്ലാ മേഖലയും പ്രശ്നം നമുക്ക്. കാരണം നമുക്ക് ചെറിയ ബിസിനസ്സായിട്ട് ഇങ്ങനെ പോകണം. എന്താ ബിസിനസ്? എന്താ? ചെറിയ സർവീസ് നാടൻ പോയിട്ടൊക്കെ പരിപാടിയാണ്. സ്ഥിരമായിട്ട് ഇങ്ങനെ വാഹനത്തിൽ പോകേണ്ട ജോലിയായിരിക്കും. ഇത് ഓരോ ലൈനിലായിട്ട് ഇങ്ങനെ സപ്ലൈ ചെയ്യും. അപ്പോൾ അങ്ങനെ പൈസ കൂടുമ്പോൾ എല്ലാം പ്രശ്നങ്ങളാണ്. ഇന്നും വില കൂടിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെയൊക്കെ നിലനിൽപ്പ് ബുദ്ധിമുട്ടിലാവില്ലേ? അതെ, തീർച്ചയായും സാധാരണക്കാർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. ഇതിനൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. വലിയ ബുദ്ധിമുട്ടാവില്ലേ? പിന്നെ ബുദ്ധിമുട്ട് തന്നെയാണ്, എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് തന്നെയാണ്. പ്രതിസന്ധികൾക്ക് മേൽ പ്രതിസന്ധി എന്നൊക്കെ പറയാം. കാരണം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം അത്തരത്തിൽ ഇന്ധനക്ഷാമം വരുമ്പോൾ ഈ പെട്രോൾ പമ്പ് അടച്ച സ്ഥിതി വരെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പല പമ്പുകളൊക്കെ മലപ്പുറം നഗരത്തിൽ തന്നെ തുറന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി നിൽക്കുമ്പോഴാണ് അടുത്ത പ്രതിസന്ധിയായി ഇന്ധനവിലയിലെ കുതിപ്പ് വരുന്നത്. എന്താണ് പെട്രോളിൻ്റെ വില ഇന്നും കൂടി എന്താ ഇപ്പം ഇങ്ങനെ പോയി ചെയ്യാം? നമ്മൾ ഇതൊരു പ്രതിഷേധം കൊണ്ടുവരണ്ടേ? ഇപ്പോൾ ഓട്ടോക്കാരെ സംബന്ധിച്ച് ഇപ്പോൾ ഓട്ടത്തിലൊക്കെ വലിയ പ്രതിസന്ധി ഉണ്ട്. തീർച്ചയായിട്ടും പ്രതിസന്ധി ഉണ്ടല്ലോ. നമ്മളെ ലൈനിൽ പോകുന്ന ആൾക്കാരാണ്, മെഡിസിനും സപ്ലൈ ഒക്കെ ആയിട്ട് വലിയ ബുദ്ധിമുട്ട് തന്നെ അല്ലേ? ബുദ്ധിമുട്ട് തന്നെയാണ്, ഡെയിലി പോകണ്ടേ. ആദ്യമൊക്കെ ₹1 2 കൂടുമ്പോൾ ഫുള്ള് ജനങ്ങൾ തെരുവിലിറങ്ങിയാൽ സമരവും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ ₹8 കൂടിയിട്ടും ഒരു വ്യത്യാസം ഒരു ജനങ്ങളെ ഭാഗത്തുനിന്നോ ഒന്നും ഒരു ഇതുണ്ടായിട്ടില്ല. ഉണ്ടാക്കിയിട്ട് കാര്യമില്ല എന്നുള്ള ലെവലിലാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ഇപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഉള്ള ഇത്തരത്തിലുള്ള ഇന്ധനവിലയിലെ കുതിപ്പ് വലിയ രീതിയിൽ തന്നെയാണ് ജനങ്ങളെ വലയ്ക്കുന്നത് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്.